സന്ദീപേ, 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 മോനെ സന്ദീപേ, സന്ദീപേ, സന്ദീപ്, മോനെ സന്ദീപേ, എടാ സന്ദീപേ. ഓ, ഞാൻ കാണാതെ എവിടെയെങ്കിലും നിന്ന് ഭാര്യയുമായിട്ട് ശൃംഗരിക്കുകയായിരിക്കും. അങ്ങനെ വിട്ടാ പറ്റില്ലല്ലോ. ഒന്ന് വിളിച്ചു നോക്കാം. എന്താമ്മേ? നീ ഇതെവിടാ മോനെ? ഞാൻ ഈ വീട് മുഴുവൻ നിന്നെ തെരഞ്ഞു നടക്കുവാ. ആരോടും ഒന്നും പറയാതെ നീ ഇതെങ്ങോട്ടാ പോയത്? ബാംഗ്ലൂരിലിരിക്കുന്ന എന്നെ അമ്മ എന്തിനാ അവിടെ തിരഞ്ഞെടുക്കുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല. ബാംഗ്ലൂരോ? എടാ നീ എന്താ എന്നെ പൊട്ടിയാക്കണോ? എടാ നീ കുറച്ചു മുമ്പ് ബാംഗ്ലൂരിൽ നിന്ന് ഇങ്ങോട്ട് വന്നതല്ലേ ഉള്ളൂ. അതിനിടയ്ക്ക് നീ അങ്ങോട്ടേക്ക് തിരിച്ചു പോയോ? എടാ എന്തിനാടാ നീ എന്നെ പറ്റിക്കാൻ വേണ്ടിട്ട് നുണ പറയുന്നേ? അമ്മയ്ക്ക് ഇതെന്താ പറ്റിയത്? ഞാൻ കുറച്ചു മുമ്പ് അവിടെ വന്നെന്നോ? അമ്മ വല്ല സ്വപ്നം കണ്ടതാവും. ഞാൻ ദേ ഓഫീസിലേക്ക് പോകാൻ ഇറങ്ങാണ്. ദേ സന്ദീപേ, നീ എന്നെ വെറുതെ ദേഷ്യം പിടിപ്പിക്കല്ലേ. സ്വപ്നമേതാ യാഥാർത്ഥ്യമേതാന്ന് തിരിച്ചറിയാനുള്ള പക്വതയൊക്കെ എനിക്കുണ്ട്. എടാ കുറച്ചു മുമ്പ് നീ ഇവിടെ വന്നതും നിന്റെ ദേവൂട്ടിയുടെ മുന്നിൽ വെച്ച് എന്നോട് ചൂടായതും ഒക്കെ എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അമ്മ എന്തൊക്കെയാ പറയുന്നത്? അമ്മേ, എനിക്കിവിടെ നിന്ന് തിരിയാൻ സമയമില്ല. അതിനിടയിലല്ലേ ഞാൻ അങ്ങോട്ട് വരുന്നത്. അമ്മ പതിവില്ലാതെ പകല് കടന്ന് ഉറങ്ങി കാണും. അപ്പൊ ഞാൻ വന്നുവെന്ന് ചിലപ്പോൾ വല്ല സ്വപ്നം കണ്ടതായിരിക്കും. അമ്മ ഫോൺ വെച്ചോ, ഞാൻ അത്യാവശ്യമായിട്ട് ഒരു മീറ്റിങ്ങിന് പോവാ. അത് കഴിഞ്ഞിട്ട് ഞാൻ വിളിക്കാം. സന്ദീപ്, അയ്യോ, അപ്പൊ അവൻ വന്നിട്ടില്ലേ? പിന്നെ നേരത്തെ നടന്നതോ? എനിക്ക് തോന്നിയതാണോ? ഏയ്, അങ്ങനെ അവൻ ചാൻസ് ഇല്ലല്ലോ. കേട്ടോ വർഷേ, ആദ്യം നിന്റെ ശ്രീകലാമ്മയുടെ ചപ്പാത്തിയും ചില്ലി ജാമും കഴിച്ചപ്പോ ഞങ്ങൾ ശരിക്കും ഒന്ന് അപ്സെറ്റായി എന്നുള്ളത് സത്യമാണ്. പക്ഷേ അത് കഴിഞ്ഞു വന്ന വെജിറ്റേറിയൻ ഡിഷ് ഉണ്ടല്ലോ, റിയലി നൈസ്, സൂപ്പർ എന്ന് പറഞ്ഞാ പോരാ, ഇത്രയും ഡെലീഷ്യസ് ആയിട്ടുള്ള ഒരു വെജിറ്റേറിയൻ ഡിഷ് ഞാൻ ഇതുവരെ കഴിച്ചിട്ടേ ഇല്ല. ഐ സെക്കൻഡ് യു. ശരിക്കും സൂപ്പർ ഫുഡായിരുന്നു. എല്ലാ കറിയും ഒന്നിനൊന്ന് മെച്ചമായിരുന്നു. ഇന്നത്തെ കാലത്ത് ഇത്രയും കൈപ്പുണ്യമുള്ള ഒരു സെർവന്റിനെ കിട്ടാൻ എളുപ്പമല്ല. അത് വെച്ച് നോക്കുമ്പോ നിങ്ങൾ ലക്കിയാണ് മോളെ. ശ്രീകലാമ്മയ്ക്ക് മൂകാംബികന്ന് കിട്ടിയതാ അവളെ. ഓ, അതുകൊണ്ടാവും വെജിറ്റേറിയൻ ഐറ്റംസ് സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്നത്. നോൺ വെജ് കിട്ടാത്തതിന്റെ ഒരു കുറവും തോന്നിയില്ല. അതെ, കഴിച്ചു കഴിഞ്ഞ സെർവന്റിനെ കണ്ട ഒരു താങ്ക്സ് പറയണം. ഇത്രയും നല്ല ഫുഡ് ഉണ്ടാക്കി തന്നതിന്. താങ്ക്സ് മാത്രം പോരാ, ഞാൻ അവൾക്ക് എന്തെങ്കിലും ടിപ്പും കൊടുക്കും. പാവത്തിന് സന്തോഷായിക്കോട്ടെ. യാ, അത് വേണം. ഞാനും കൊടുക്കുന്നുണ്ട്. അവൾ ഉണ്ടാക്കിയതൊക്കെ സന്ദീപ് എടുത്ത് കളഞ്ഞതാണല്ലോ. പിന്നെ ഈ ചുരുങ്ങിയ സമയം കൊണ്ട് അവൾ ഇത് ഇത്രയും പെട്ടെന്നുണ്ടാക്കിയോ? അതെങ്ങനെയാ? സന്ദീപ് വന്നത് അവളും കണ്ടതല്ലേ. ഈ കാര്യം അവളോട് ചോദിച്ചിട്ട് തന്നെ കാര്യം. എന്താ ശ്രീകലാമേ, എന്തെങ്കിലും ഡിഷ് മറന്നു വെച്ചിട്ടുണ്ടോ? ഏയ്, നിങ്ങൾ കഴിക്കേ, ഞാൻ ദേ വരുന്നു. ഇപ്പൊ വരാം. കഴിക്ക്.